ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. വിചിത്ര സിൽക്ക് സാരിയുടെ തന്നെ കുറച്ചധികം ഓർഡർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഒരാൾ തന്നെയല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാരിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ബാക്കി ഓർഡറുകൾ വേറെ. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. ഈ കാണുന്ന സന്തോഷത്തിന് മുമ്പ് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. ഈ ഷോപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്ന് ചിരിക്കുന്നവരിൽ ആരാണ് നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ടുണ്ടാവുക, ആരാണ് നമ്മുടെ കുതുകാല് വെട്ടുക, ആരാണ് നമ്മളെ കൂടെ നിന്ന് ചതിക്കുക എന്നൊക്കെ മനസ്സിലാക്കി തന്ന കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു കേട്ടോ ഇക്കഴിഞ്ഞു പോയത്. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ ഒരു ഷോപ്പ് ഇവിടെ ഉയർന്നു വന്നപ്പോഴാണ് എൻ്റെ മനസ്സിന് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായത്. എന്നിട്ടും തീർന്നില്ല. ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മളെ പരിഗണിക്കുക പോലും ചെയ്യാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു കേട്ടോ, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും നമ്മളുടെ അരികിൽ വരാത്തത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി സങ്കടം മാറി. പിന്നെ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്തുനിന്ന് അകന്നു പോകുന്നത് തന്നെയല്ലേ നല്ലത്. നമുക്കുള്ളത് എപ്പോഴായാലും ഈശ്വരൻ നമുക്ക് തന്നെ തരും. അങ്ങനെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയതോടുകൂടി നമ്മുടെ ഒപ്പം നിന്ന് ചിരിക്കുന്നവരിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നന്നായിട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഒരു വലിയ ഓർഡർ ആണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓർഡർ തന്നെയാണ് കേട്ടോ. ഒരിക്കൽ പോലും നേരിൽ കാണുമോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് എനിക്ക് 10K പൂർത്തിയായത്. അതിലും വലിയ സന്തോഷമുണ്ട്, അതിലും വലിയ നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. അപ്പോൾ ഇനി അങ്ങോട്ട് തളരാൻ ഉദ്ദേശമില്ല, മുന്നിലോട്ട് തന്നെ പോകാനാണ് തീരുമാനം. അന്നും ഇന്നും എൻ്റെ കൂടെ കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. എന്നും സ്നേഹം മാത്രം. കൂടെ നിന്ന് ചതിച്ചവരോടും കുതുകാല് വെട്ടിയവരോടും ഒന്നേ പറയാനുള്ളൂ, ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാണെന്നറിയുമോ? എന്നെ ഇത്രയും സ്ട്രോങ് ആക്കിയതിന്.